ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലെ സ്ഥിരമായൊരു കാഴ്ചയാണ് ഈ ചോറ് അധികം വരുന്നത് അല്ലേ. പിറ്റേ ദിവസം നമ്മളത് തിളപ്പിച്ചൂറ്റിയൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ഈ ചോറ് കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇതിപ്പോൾ ചുമന്ന അരി ചോറാണ്. വെള്ള അരി ചോറായാലും കുഴപ്പമില്ല. 2 കപ്പുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടിയാണ്. അതുപോലെ 1/2 കപ്പ് തൈര് ചേർക്കാം. ചോറ് ചേർത്തതാണല്ലോ, ഇതിൻ്റെ കൂടെ ഒരല്പം കട്ടി കിട്ടാനായിട്ട് 1/4 കപ്പ് റവ കൂടി ചേർക്കാം. ഇതിലിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് ഇരിക്കട്ടെ. 1 കപ്പ് വെള്ളം കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആവശ്യമാണെങ്കിൽ ഒരല്പം വെള്ളം പിന്നീട് ചേർക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് തവി കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് 10 മിനിറ്റ് വയ്ക്കാം. ഇതിൽ റവയൊക്കെ ചേർത്തതാണല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും. ആ സമയം കൊണ്ടൊരു ചട്നി ഉണ്ടാക്കാം. ഞാൻ ഈ ചട്നി ഉണ്ടാക്കുന്നത് മുരിങ്ങയില വച്ചാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ദിവസവും മാസവും ഒന്നും നോക്കാറില്ല. എന്താണ് കഴിക്കാൻ തോന്നുന്നത് അതങ്ങ് കഴിക്കും. മഴ സമയമായതുകൊണ്ട് നല്ല വൃത്തിയുണ്ട്, അതുകൊണ്ട് ഞാനിത് കഴുകുന്നില്ല. ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കണം, പൊടിയൊക്കെ ഉണ്ടായിരിക്കും. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഒരല്പം എണ്ണ മതി. ഒരാൾക്ക് കഴിക്കാനുള്ള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇത് വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല മുരിങ്ങയിലേക്ക് കിട്ടുന്ന സമയത്ത് ചട്നിയോ മറ്റെന്തെങ്കിലും ഒഴിച്ചു കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരല്പം ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഈ മുരിങ്ങയില 1 മിനിറ്റ് ആയതേ ഉള്ളൂ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് ഒരല്പം തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും 2 കാന്താരി മുളകാണ് ഞാൻ എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചപ്പോൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കാം. നല്ല കളർഫുള്ളാണ് ഈ ചട്നി, നല്ല ഗ്രീൻ കളറാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പുളിയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇതിങ്ങനെ കഴിക്കാനും നല്ലതാണ്. ഞാൻ ഇതിൽ കുറച്ച് തൈര് കൂടി ചേർക്കുന്നുണ്ട്. തൈരിന് പകരമായിട്ട് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരല്പം പുളിയോ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. പക്ഷേ തൈര് ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നല്ല ടേസ്റ്റാണ് ഈ ചട്നിക്ക്. ചോറിനോടൊപ്പം കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ചപ്പാത്തിയോടൊപ്പവും പൊറോട്ടയോടൊപ്പവും പൂരിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണിത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനായിട്ട് ഒരല്പം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ചേർക്കാം. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ദോശയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊന്നും തന്നെ പച്ചക്കറികൾ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, തേങ്ങ, ക്യാബേജ് അരിഞ്ഞത് ഇതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരല്പം സോഡാപ്പൊടി കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അരിപ്പൊടിയും റവയും ഒക്കെ ചേർത്തതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ ഈ സോഡാപ്പൊടി സഹായിക്കും. പാൻ നന്നായി ചൂടായ ശേഷം ഒരല്പം എണ്ണ പുരട്ടി കൊടുക്കാം. ടിഷ്യൂ പേപ്പർ കൊണ്ടത് തുടച്ചെടുക്കാം. അതിനുശേഷം ഈ ദോശമാവ് കോരി ഒഴിക്കാം. ഇത്തരം ദോശയൊക്കെ ഉണ്ടാക്കാൻ ഈ നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് നല്ലത്. അയൺ പാനിൽ അത്ര പെട്ടെന്നൊന്നും ഇളകിവരികയില്ല. അതുപോലെ ഒത്തിരി എണ്ണയുടെ ആവശ്യവുമുണ്ട്. നല്ല ബ്രാൻഡിൻ്റെ ദോശക്കല്ല് വാങ്ങിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല. എൻ്റെ ഈ ദോശക്കല്ല് 6-7 വർഷമായതാണ്. ഇനി ഇതിലൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതൊരല്പം ചേർക്കാം. നെയ്യും ഓയിലും ഒന്നും ചേർത്തില്ലെങ്കിലും ദോശ നന്നായിട്ട് ഇളകി വരും. ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഓയിലും നെയ്യും ഒക്കെ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചോറ് കൊണ്ടുള്ള ദോശയാണെങ്കിലും ഒരു പ്രയാസവുമില്ല ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ എത്ര അരി കുറച്ചിട്ട് ചോറുണ്ടാക്കിയാലും അധികം വരും. അപ്പോൾ ഒട്ടും തന്നെ ടെൻഷൻ ആവണ്ട. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഈ രീതിയിൽ രാവിലെ അതിനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ കടലമാവോ അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചതോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഈ ദോശ കഴിച്ചാൽ ആരും പറയുകയില്ല ഇതിൽ തലേദിവസത്തെ ചോറാണ് ചേർത്തിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ്. തൈര് ചേർക്കുമ്പോൾ കുറച്ച് പുളി കൂടുതലുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നാളെ തന്നെ ഇത് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.